LDFനെ സംബന്ധിച്ച് മേൽക്കോയ്മയുള്ള ജില്ലയാണ് ആലപ്പുഴ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമര പോരാട്ട ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ജില്ലയാണ്. ആ ജില്ലയാകെ ചോപ്പിക്കാൻ 2020 LDFനായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് മികച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് എത്തിയ സമയമാണ്. 5-ലധികം പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത്തരത്തിലാണ് ആലപ്പുഴ ജില്ലയുടെ നിലവിലെ സാഹചര്യം. നമുക്കത് വിശദമായി പരിശോധിക്കാം. ഇടതുപക്ഷത്തിന് ശക്തമായ വളക്കൂറുള്ള മണ്ണാണ് ആലപ്പുഴ. പുന്നപ്ര വയലാർ സമരഭൂമിയും പി കൃഷ്ണപിള്ളയും VS അച്യുതാനന്ദൻ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായ ആധിപത്യം LDFന് തന്നെയായിരുന്നു. അതേസമയം UDF ആകട്ടെ തിരിച്ചുവരവിന്റെ പാതയിലാണ്. നില മെച്ചപ്പെടുത്താൻ BJPയും ശക്തമായി രംഗത്തുണ്ട്. ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അവിടെയും വ്യക്തമായ ഭൂരിപക്ഷം LDFനാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ ആകെ 23 ഡിവിഷനുകൾ. അതിൽ 22 LDF ആണ് ഭരിക്കുന്നത്. ഒരിടത്ത് മാത്രമാണ് UDF. ഇനി നഗരസഭയിലേക്ക് പോയാൽ 6 നഗരസഭകളാണ് ആലപ്പുഴയിലുള്ളത്. 6 നഗരസഭകളിൽ 3 UDF, 3 LDF എന്നിങ്ങനെയാണ് കക്ഷിനില. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയാൽ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11 LDFനാണ് ആധിപത്യം. ഒരിടത്ത് മാത്രമാണ് UDF വിജയിച്ചത്. ഗ്രാമപഞ്ചായത്ത് ആകെ 72. ഈ ഗ്രാമപഞ്ചായത്തിൽ 50 LDFും 22 പഞ്ചായത്തുകൾ UDFും ഭരിക്കുന്നു. 2025 കടന്നാൽ തദ്ദേശ സീറ്റുകളിൽ ആലപ്പുഴയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 101 സീറ്റുകളുടെ വർധനവാണ് ഉണ്ടായത്. വാർഡ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 23 ഡിവിഷൻ എന്നുള്ളത് 24 ഡിവിഷനായി മാറി. ബ്ലോക്ക് പഞ്ചായത്തിൽ 12 സീറ്റുകളുടെ വർധനവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 1665 ജനപ്രതിനിധികളാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ വരാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ ഒരു വിജയം അത് കോൺഗ്രസിന് ഇത്തവണ ആവർത്തിക്കാൻ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ മുഴുവൻ സമയവും ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ BJP ആകട്ടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5ഓളം പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയതിൻ്റെ വലിയ ആത്മവിശ്വാസത്തിലാണ്. തങ്ങളുടെ വോട്ടിംഗ് നില കൂടുതൽ മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയും. LDF ആകട്ടെ തങ്ങളുടെ മേൽക്കോമയും ആധിപത്യവും ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന അടിയുറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. എന്തായാലും തങ്ങളുടെ വിപ്ലവമണ്ണ് എന്നും തങ്ങൾക്കൊപ്പം തന്നെയാണെന്നുള്ള പ്രതീക്ഷയിൽ LDF മുന്നോട്ട് പോകുന്നു. കളം എന്തായാലും ഒരുങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായും പോരാട്ടം കനക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SMK ഷുക്കൂറാണ് ചേരുന്നത്. ഷുക്കൂർ, ആലപ്പുഴയിൽ LDFന്റെ ഒരു ആധിപത്യം നമുക്കറിയാം. അത് കാലങ്ങളായുള്ള വിഭാഗീയതയിൽ പോലും ഉലയാത്തൊരു ആധിപത്യം LDFനെ സംബന്ധിച്ച് അവിടെയുണ്ട്. ഇപ്പം G സുധാകരനൊന്നും എത്തിയാൽ അത് തകർക്കാൻ സാധിക്കില്ല എന്നൊരു ആത്മവിശ്വാസം LDFനെ സംബന്ധിച്ചുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് UDFന് അനുകൂലമാവുക? LDF എത്രത്തോളം സൂക്ഷിക്കേണ്ടതുണ്ട്? BJP കുറച്ചുകൂടി അവിടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ വ്യാപിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം? ധന്യ, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഫലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ 22 സീറ്റും അത് LDF ആണ്. കേവലം ഒരു സീറ്റ് മാത്രമാണ് UDFന് ലഭിച്ചത്. അതായത് വളരെ കൃത്യമായ ആധിപത്യം LDFനുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. അവിടെ പിന്നീട് ചില രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും G സുധാകരൻ വിമത സ്വഭാവം കാണിക്കുകയും ചിലയിടത്ത് പാർട്ടിക്കെതിരെ ചില വിഭാഗീയത നീക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്ത് ഒഴിച്ചു നിർത്തിയാൽ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ LDF അതിൻ്റെ ശക്തി എല്ലാ ഘട്ടത്തിലും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഏതാനും ചില പ്രധാനപ്പെട്ട ചില ദേശീയ തലത്തിൽ തന്നെ തലയെടുപ്പുള്ള ചില നേതാക്കളായ KC വേണുഗോപാൽ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവുന്ന ഒഴിച്ചാൽ LDFന്റെ ശക്തമായ ഒരു ആധിപത്യമുള്ള ജില്ല തന്നെയാണ് ആലപ്പുഴ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ BJP നടത്തുന്ന ഒരു മുന്നേറ്റമാണ് LDFനും UDFനും ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്നത്. കായംകുളം അതുപോലെ തന്നെ ഹരിപ്പാട് നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് BJP വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ടല്ലൂർ, പത്തിയൂർ, ദേവികുളങ്ങര, ഹരിപ്പാട്, ചേർത്തല, പുന്നപ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ BJP ഒന്നാമതെത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ആ അർത്ഥത്തിൽ BJP വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചയായി മാറാൻ പോകുന്നത്. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ താറാവുകൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ ലഭിക്കാത്ത പ്രശ്നം, ഇതെല്ലാം തന്നെ അവിടുത്തെ ജനങ്ങളുടെ പ്രാദേശിക ദൈനംദിന വിഷയങ്ങളാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും. അവിടെ UDF പ്രത്യേകിച്ച് KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായതിനു പിറകെ
അവിടെ ശക്തമായ പ്രവർത്തനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും ഹരിപ്പാട് കേന്ദ്രീകരിച്ച് മാത്രമല്ല ജില്ല കേന്ദ്രീകരിച്ചും അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ UDF ശക്തമായി മത്സരിക്കുമ്പോൾ പോലും പ്രാദേശികമായി സംഘടനാ ശക്തിയുള്ളത് CPM-നും ഒപ്പം തന്നെ BJP-ക്കും തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകുമെന്ന് തന്നെ വിലയിരുത്തണം.